നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായ 11-ാമത്തെ ശ്ലോകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 11. അന്തേ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോ യമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാദാലയാധിപ നിരുന്ധി മമാമയൗഖാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. അന്തേ എന്നാണ് അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ, അതൊന്നിച്ച് ചൊല്ലുള്ളതാണ്. ഭവത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മാത്രാ സമം ധ്രുവപദേ, ധ്രു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പദേ എന്നുള്ളതിൻ്റെ ദാന്ന് ദയേലത്തെ ദാന്നാണ്. മുദിത അയം ആസ്തേ, അത് ചേർത്തിട്ട് മുദിതോയമാസ്തേ, മുദിതോ എന്ന് നീട്ടിയിട്ട് യമാസ്തേ എന്ന് പറഞ്ഞാൽ മതി. ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം, അതും ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭൃത്യ എന്നുള്ളതിൻ്റെ ഭൃ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ലോലധീസ്ത്വം എന്നുള്ളതിൻ്റെ ധീ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വം എന്ന് ചേർത്തെഴുതുമ്പോൾ സ്ത്വം എന്ന് വരും. വാതാലയാധിപ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിരുന്ധി എന്നുള്ളതിൻ്റെ ധി എന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നാഥ എന്നാണ്, ധി ഉറപ്പിച്ച് പറയണം. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. 3 മാന്ന് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതെങ്ങനെ ചൊല്ലുകയെന്ന് ഡൗട്ട് ഉണ്ടാവും. മമ ആമയൗഖാൻ എന്നാണത്. ഫസ്റ്റിലെ 2 മാന്ന് ആദ്യം ചൊല്ലാം മമ. അടുത്ത മാന്നുള്ള അടുത്ത വാക്കിൽ വരുന്നതാണ് ആമയൗഖാൻ എന്നാണത്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മേഘം എന്നുള്ളതിൻ്റെ ഖ എന്നാണ്. മമ ആമയൗഖാൻ, അത് പെൻസിലുകൊണ്ട് ഒന്ന് എഴുതി വെച്ചോളൂ. ആന്ന് മമ എന്ന് കഴിഞ്ഞിട്ട് ആ ദീർഘം നമ്മൾ ആന്ന് ചൊല്ലണം. ആമയൗഖാൻ മെല്ലെ പെൻസിലുകൊണ്ട് ആന്ന് എഴുതി വെച്ചാൽ നമുക്കത് ചൊല്ലുമ്പം ഈസി ആയിട്ടുണ്ടാവും. മമ ആമയൗഖാൻ, അങ്ങനെ നിർത്താം. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോ യമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാദാലയാധിപ നിരുന്ധി മമാമയൗഖാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.